കോട്ടയം മണർകാട് പാമ്പാടി ബൈപ്പാസിന് സമീപത്തെ വ്യാപാരികൾ ഒരു കള്ളനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. നിരന്തരമായ മോഷണം, താൽക്കാലിക ഷെഡുകളിൽ കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ ഈ വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നു. കള്ളനെ പിടിക്കാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല. ഒരു വല്ലാത്തൊരു കള്ളൻ തന്നെയാണ് ഇത്. ഒരു ഷോപ്പിംഗ് നടത്താൻ എന്ന വണ്ണം എത്തുന്നു, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മടങ്ങുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, സിഗരറ്റുകൾ ഇവയെല്ലാം എടുത്തുകൊണ്ടാണ് മടക്കം. ആഴ്ചകൾക്കകം വീണ്ടും ആവർത്തിക്കുന്നു. ഈ തീർത്തും സാധാരണക്കാരായ ഈ കച്ചവടക്കാർക്ക് വലിയ പൊല്ലാപ്പാണ് ഈ കള്ളൻ മുഖേന ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ 4-5 പൂട്ടാണ്. 5 പ്രാവശ്യമായി. കാരണം ഇത് ഓരോ പ്രാവശ്യം മാറുക, 2-3 ദിവസം കഴിയും പിന്നെ ഇതുപോലെ തന്നെ തല്ലിപ്പറിച്ചുകൊണ്ട് പോവുക, പിന്നെ ഈ തുടലും എല്ലാം കൊണ്ടുപോവുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി എടുക്കാവുന്ന സാധനങ്ങൾ മുഴുവൻ അവരെടുത്തുകൊണ്ട് പോവുക. ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. സത്യ മാർഗമില്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ നല്ലത്. ഇല്ലേ ആത്മഹത്യ മാത്രമേ പറ്റുള്ളൂ, ഇല്ല രക്ഷയില്ല. ഇവരെ കൊണ്ടതുപോലെ മടുത്ത് പിന്നെ ഒരു ആണായി പോയിട്ട് കരയാൻ മേലത്തോണ്ട് കരയാതിരിക്കുന്ന ആ ഒരവസ്ഥയിലാണ്. ഒന്നാമത് എനിക്ക് അറ്റാക്ക് വന്നാൽ എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാല് പൊട്ടിയിട്ട് അതുപോലും മരുന്ന് വെക്കാൻ ഇന്നലെ പോയില്ല, കാരണം കാശില്ല. ഇതിന് മുടക്കിയ പൈസ വേണം ആശുപത്രി കൊടുക്കാൻ, എല്ലാവരും ഒന്നും പോയില്ല. സിഗരറ്റും സോഡായും മുറുക്കാനും വിൽക്കുന്ന ഷാജി ചേട്ടന് ഇനിയും പൂട്ടുമാറിയിടാൻ വയ്യ. വീണ്ടും ഒരു നഷ്ടം താങ്ങാനുമാവില്ല. അങ്ങേയറ്റം നിസ്സഹായതയിൽ നിന്നാണ് ഈ വാക്കുകൾ. ഒന്നെങ്കിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്ത് കൊല്ലുക, എന്തൊരു ഇഞ്ചക്ഷൻ എടുത്ത് കൊന്നേക്കട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ ജീവിക്കാൻ വലിയ പാടല്ലാതെ അല്ല എന്നാ ചെയ്യാനാ? ജീവിതം മടുത്ത്, അതുകൊണ്ടാണ്. അല്ല വേറൊന്നും കൊണ്ട് ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറയാൻ നല്ലത്. സത്യം കാരണം എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാരണം രക്ഷയില്ലാത്തതുകൊണ്ടാണ്. ആത്മഹത്യ ചെയ്യുന്ന പീരിത്വമാണെങ്കിലും ഓർത്ത് ചെയ്യുന്നില്ല. ഞങ്ങൾ 2 പേരെ വിടാണ്ട് നിൽക്കുന്നത്. എവക്കും മേല എന്നാ ചെയ്യും? എവിടെ പോയി ജീവിക്കുക? എന്നാ തൊഴിൽ ചെയ്യും? വേറെ ചെയ്യാൻ സമ്മതിക്കുമല്ലോ. എങ്ങനെയാ? മണർകാട് പാമ്പാടി ബൈപ്പാസിൽ അടുത്തടുത്തായി 7ഓളം കടകളുണ്ട്. ഷീറ്റും മറ്റും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകൾ. കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന തീർത്തും സാധാരണക്കാർ നടത്തുന്ന കച്ചവടം. ഇതും കൊണ്ട് ജീവിച്ചു പോരുന്ന ഇവരുടെ വില്ലൻ ഒരു കള്ളനാണ്. കടകളിൽ ഒരു ഷോപ്പിംഗ് എന്ന പോലെയാണ് വിരുദ്ധന്റെ മോഷണം. നഷ്ടപ്പെടുന്നത് രാത്രിയിലാണ് കൂടുതലും സംഭവിക്കുന്നത്. ഞങ്ങൾ രാത്രിയിൽ 8 മണിയാകുമ്പോൾ കട അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ പടുതായിടാനുള്ള സെറ്റപ്പേ ഉള്ളൂ. ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ ഈ കൊട്ട ഇത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ നിറച്ചിടുന്ന രാവിലെ വന്നു കഴിഞ്ഞാൽ പകുതി കൊട്ട കാണത്തില്ല, സാധനം പകുതി പോകും. അതുപോലെ എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള വലുത് അത് അവിടുന്ന് വലിയ കവർ എടുക്കുക, ആ കവറിനകത്ത് നിറയ്ക്കുക, ആവശ്യമുള്ള സാധനം കൊണ്ടുപോകുക. കുറേ സാധനം ഇവിടെ ചിലപ്പോൾ രാത്രി വന്ന് പരവേശപ്പെട്ടൊക്കെ വന്ന് കയറുന്നെങ്കിൽ തണ്ണിമത്തനെടുക്കുക, അവിടെ ഇരുന്ന് മുറിച്ചിട്ട് കഴിക്കുക. പിന്നെ എന്തെങ്കിലും വിശപ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദേവസാനം കൊണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അതെടുക്കുക, മുറിക്കുക, കഴിക്കുക. എന്നിട്ട് അപ്പുറം പൈസ ബോക്സ് ചെറുതൊരെണ്ണമുണ്ട്, അതിനകത്ത് പൈസ ചില്ലറ 1 രൂപ 2 രൂപ പോലും കിട്ടിയില്ലെങ്കിൽ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കുക. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ ഈ ഓറഞ്ചിന്റെ മേളിൽ കയറി ഇരിക്കും. ഈ സാധനത്തിനൊക്കെ ഇതുണ്ട്, ഇങ്ങോട്ടൊക്കെ ഇതിന്റെ മേളിൽ കയറി എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് ഇവിടെ നഷ്ടപ്പെടുത്തി കിടന്നു. ഒരുപാട് ദിവസമായി ഈ ലൈനിലുള്ള എല്ലാ കടകളിലും രാത്രി വരുന്ന ആരാണെങ്കിലും അത് വന്ന് ക്ലിയർ ആയിട്ട് നോക്കി ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുന്നവരെ. പണമില്ലാത്ത പാവപ്പെട്ടവനാണെങ്കിൽ പകൽ വെട്ടത്ത് വന്നാൽ ആവശ്യമായ സഹായം നൽകാമെന്ന് വരെ പറയുന്നു ഇവർ. വ്യാപാരികൾ മണർകാട് പോലീസിൽ പരാതിപ്പെട്ടു, പക്ഷേ കള്ളനെ പിടിച്ചില്ല. ഉറക്കമിളച്ച് കാവൽ കിടന്നു, കള്ളൻ പിടികൊടുത്തില്ല. തുടർച്ചയായ മോഷണം ഇവരെ വല്ലാതെ തകർത്തു. ഇനി ഇവർക്ക് ആരാണ് രക്ഷ? മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.